ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മെയ് 31 വിശുദ്ധ പെട്രോനില. പെട്രോനില എന്ന വിശുദ്ധയുടെ ജീവിതത്തെപ്പറ്റി ഒട്ടേറെ കഥകളുണ്ട്. യേശുവിന്റെ ശിഷ്യനായിരുന്ന വിശുദ്ധ പത്രോസ്ലീഹായുടെ പുത്രിയാണ് പെട്രോനില എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിസുന്ദരിയായിരുന്നു അവൾ എന്നതിനാൽ പുരുഷന്മാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ പത്രോസ്ലീഹ അവളെ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിട്ടാണ് വളർത്തിയതെന്നും ചില കഥകളുണ്ട്. എന്നാൽ ഇവയൊക്കെയും വെറും കെട്ടുകഥകളാണെന്നും പത്രോസിന്റെ ആത്മീയ മകൾ മാത്രമാണ് പെട്രോനില എന്നുമുള്ള വിശ്വാസത്തിനാണ് കൂടുതൽ ചരിത്രകാരന്മാരുടെ പിന്തുണയുള്ളത്. യേശു പത്രോസിനെ ശിഷ്യനാക്കുമ്പോൾ അദ്ദേഹം വിവാഹിതനായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നു എന്ന് ഉറപ്പില്ല. പത്രോസിന്റെ ജോലിക്കാരിയായിരുന്നു പെട്രോനില എന്നും അദ്ദേഹത്തിനൊപ്പം പ്രേക്ഷിത പ്രവർത്തനത്തിനിറങ്ങിയ പെൺകുട്ടിയാണ് അവളെന്നും വിശ്വസിക്കുന്നവരുമുണ്ട്. രോഗിയായിരുന്ന അവളെ പത്രോസ്ലീഹ സുഖപ്പെടുത്തുകയായിരുന്നുവെന്നത്രേ. കന്യകയായിരുന്ന പെട്രോനിലയുടെ മരണത്തെപ്പറ്റിയും പല കഥകളുണ്ട്. ഫാക്കസ് എന്നു പേരുള്ള ഒരു ഗോത്രവർഗക്കാരനായ രാജാവ് അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. എന്നാൽ അവൾ അത് നിരസിച്ചു. ഫാക്കസ് വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല. എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കാൻ അയാൾ കച്ചകെട്ടി ഇറങ്ങി. പെട്രോനില കരഞ്ഞ് പ്രാർത്ഥിക്കുകയും നിരാഹാരവ്രതം ആരംഭിക്കുകയും ചെയ്തു. ഭക്ഷണമോ വെള്ളമോ കഴിക്കാതിരുന്ന അവൾ 3-ാം ദിവസം മരിച്ചു. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ പെട്രോനിലയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്.